മലപ്പുറത്ത് നിപ രോഗിയുടെ പ്രൈമറി കോൺടാക്റ്റിലുള്ള സ്ത്രീ മരിച്ചു. നിപ ബാധിച്ച് മരിച്ച 18-കാരി ചികിത്സയിലായിരുന്ന സമയത്ത് ഇവരും ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നു. നിപ ഫലം വരുന്നതുവരെ മൃതദേഹം സംസ്കരിക്കരുതെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്തുണ്ട്. ശാന്തകുമാർ, ഏറെ ആശങ്കയുണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷേ നിപ ആണോ എന്ന് അറിയാനുള്ള പരിശോധനാ ഫലം ഇനി വരേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ബാക്കി നടപടിക്രമങ്ങൾ. വിവരങ്ങൾ പറയും. തീർച്ചയായും വരുന്ന ഏറെ ആശങ്ക തന്നെയാണ്. കാരണം ഒരു നിപ്പ രോഗിയുടെ അല്ലെങ്കിൽ നിപ്പ ബാധിച്ച് മരിച്ച ഒരു 18 വയസ്സുകാരിയുടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ്, അവരുടെ ICUവിൽ ചികിത്സയിൽ കഴിയുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന അല്ലെങ്കിൽ ഹൈ റിസ്ക് പട്ടികയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഇന്ന് മരിച്ചിരുന്നത്. ഇവർക്ക് നിപ്പ തന്നെയാണോ എന്നുള്ളത് പരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട്. എന്തായാലും ഇവരുടെ മൃതദേഹം സംസ്കരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ ആരോഗ്യവകുപ്പ് താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണ്. ഈ പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ തുടർ നടപടിയിലേക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ് അവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികളിലേക്ക് പോകുന്നതിന് വേണ്ടി കൂടിയാണത്. എന്തായാലും ഏറെ ആശങ്കയുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ നിപ ബാധ സംശയിക്കുന്ന വിധത്തിലുള്ള ഒരു മരണം, ഈ കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിക്കാൻ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും താൽക്കാലികമായി ഇപ്പോൾ മരണം സംഭവിച്ചിട്ടുള്ള ഈ സ്ത്രീയുടെ മൃതദേഹം, പരപ്പനങ്ങാടി സ്വദേശിയാണ്, അവരുടെ മൃതദേഹം ഇപ്പോൾ സംസ്കരിക്കുന്നത് ഈ പരിശോധനാ ഫലം വരെ കാത്തു നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. തുടർ നടപടികൾ DMO അത്തരം കാര്യങ്ങൾ ജില്ലാ കളക്ടറുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് തുടർ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. അരുണ്യ. ശരി, ശാന്തകുമാർ വെള്ളാലത്താണ് വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.